വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന 10 കാര്യങ്ങളെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഈ ഒരു ബോധ്യം യേശുവിനുണ്ടായിരുന്നു. എൻ്റെ മേൽ ഉണ്ട്. ഓരോ ക്രൈസ്തവനും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടാകണം. നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചയ്ക്ക് കാരണം. ഇങ്ങനൊരു ചിന്തയില്ല, ഇങ്ങനൊരു വിശ്വാസമില്ല, ഇങ്ങനൊരു ബോധ്യതയില്ല, അത് ആഴപ്പെട്ടിട്ടില്ല. അപ്പോൾ ദേവാലയത്തിൽ വന്ന് യേശു ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഉണ്ട്, ഉറപ്പോടെ പറയുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിന്നെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. സംശയിക്കണ്ട, പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ട്. മാമോദീസായിലൂടെ ഈ ആത്മാവാണ് നമ്മുടെ മേൽ വന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ സ്നാനപ്പെടുത്തുന്നു, നിന്നെ ഞാൻ മുദ്രയിടുന്നു എന്ന് പറഞ്ഞ് തൈലാഭിഷേകം നടത്തിയപ്പോൾ നമ്മളിലേക്ക് വന്നത് പരിശുദ്ധാത്മാവാണ്. വീണ്ടും തൈലലേപനത്തിലൂടെ നമ്മളെ ഉണർത്തി പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഓരോ പ്രിയ മക്കളും ബോധ്യപ്പെടണം, ആഴത്തിൽ നിങ്ങളോട് തന്നെ പറയണം, പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ യേശു പറയുകയാണ്, ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിനാ? ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും, ബന്ധിതരെ വിടുവിക്കുവാനും, രോഗികളെ സുഖപ്പെടുത്തുവാനും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം വർഷിക്കുവാനും കർത്താവിൻ്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ഇനി വരാനായിട്ടില്ല. പാട്ട് പാടുമ്പോൾ പറന്നിറങ്ങുന്നതല്ല, പറത്തി ഇറക്കിയാൽ ഇറങ്ങുന്നതല്ല. പിന്നെയോ അവൻ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ അവൻ വസിക്കുന്നു. അപ്പോൾ നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നമ്മളിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? നമ്മിലൂടെ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ, ദൈവ മക്കൾ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളായി, ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളായി നമ്മൾ മാറ്റപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ക്രിയ ചെയ്യണം. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവികമായ പ്രവർത്തികൾ നമ്മളിലൂടെ
നടത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, ദരിദ്രരോട് സുവിശേഷം പറയാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ബന്ധിതർക്ക് വിടുതൽ കൊടുത്താനും ഒക്കെ വേണ്ടിയാണ് എന്നെ ആ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. സെയിം അനുഭവമാണ് നമുക്കുള്ളത്, അതേ അനോയിൻറ്റിങ് നമുക്കുള്ളത്. നമ്മെ ദൈവം ആത്മാവിനാൽ നിറച്ചിരിക്കുന്നത്, അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന് വേണ്ടിയിട്ടാണ്, നമ്മളിലൂടെ ചില പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തികൾ എന്നിലൂടെ സഭാ മക്കളെന്ന നിലയിൽ, ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മിലൂടെ ദൈവത്തിന് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ ചെയ്യുന്നൊരു കാര്യം, നമ്മളെ ദൈവ മക്കളാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ഞാൻ ദൈവ മക്കളെന്ന പദവിയിലേക്ക് നമ്മൾ ഉയർത്തി, നീ ദൈവ മകനാണ് മകളാണെന്നുള്ള വലിയ ഉത്ബോധ്യം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ്. റോമാക്കാർക്ക് ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനം, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ, ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവി എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മളോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഞാൻ ദൈവത്തിൻ്റെ മക്കളാണ്, ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന് ഈ ആത്മാവ്, ഏതാത്മാവ്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുകയാണ്. പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുകയാണ്, മോനെ നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്, നീ ദൈവ പൈതലാണ് എന്ന് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുക. അപ്പോൾ ദൈവ മകനെന്ന വലിയ ആ ബോധ്യത്തിലോട്ട്, ഉറപ്പിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ദൈവ മക്കളെന്ന പദവിയിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെങ്കിലും നിങ്ങൾ നിരാശപ്പെടുന്നവരാണോ? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ പരിഗണിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് പിടിച്ച് ഉയർത്താൻ ആരുമില്ല, ഞാൻ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരാണ് എന്നൊക്കെ കരുതുന്ന, ഒറ്റപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകുന്ന. ബൈബിൾ പറയുന്നു, വചനം പറയുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നു, നീ ദൈവത്തിൻ്റെ മകളാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് ഇപ്പോൾ നിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ വസിക്കുക. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പുത്രൻ സ്വീകരിക്കുന്ന, പുത്രന്മാരുടെ മേൽ മാത്രം നൽകപ്പെടുന്ന, പുത്രൻ സ്വീകരിച്ച ആത്മാവിനെയാണ് ഇന്ന് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും ആരാ? ഞാനും പുത്രനായി അല്ലെങ്കിൽ പുത്രിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ പുത്രപദവിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഉള്ളിലോട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷിക്കണം നമ്മൾ. ഹല്ലേലൂയ. 2, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവമക്കളാണ് നമ്മൾ എങ്കിൽ നമ്മൾ ആരാൽ നയിക്കപ്പെടണം? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ലോകം പറയുന്നത് പോലെ, ലോകം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് പോലെ, ലോകം നമ്മളോട് പറയുന്നത് പോലെ ലോകത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് പോകേണ്ടവരല്ല നമ്മൾ. ലോകത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് തീരുമാനമെടുക്കേണ്ടവരല്ല നമ്മൾ. നമ്മളുടെ ആലോചന, നമ്മുടെ തീരുമാനം എപ്പോഴും പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടാണ് കിടക്കേണ്ടത്. ആത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പോകാൻ പഠിപ്പിക്കും, നിങ്ങളെ നയിക്കുമെന്ന വചനം പറയുന്നത്.
അപ്പോൾ ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. മനസ്സിലായോ? ഒരു വണ്ടിക്കകത്ത് എൻജിൻ വെച്ചിരിക്കുന്നതിന് ആ വണ്ടി ഓടാൻ വേണ്ടിയിട്ടാണ്. വണ്ടിയെ ഓടിപ്പിക്കുന്നത് ആ എൻജിനാണ്. എൻജിനില്ലെങ്കിൽ വണ്ടി ഓടിയില്ല, അല്ലെങ്കിൽ ആ ഫ്രെയിം ഓടിയില്ല. ഇതുപോലെ പരിശുദ്ധാത്മാവ് എന്ന എൻജിനെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചത് ആ എൻജിനാൽ, ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ആ എൻജിനാൽ നയിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് മാത്രമേ ഒരു ദൈവ പൈതൽ നയിക്കപ്പെടാവുള്ളൂ. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, ലോകം ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴത്തെ കാലഘട്ടം ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു, ഞാനും ഇങ്ങനെയാണ് പോകുന്നത് എന്ന് പറയരുത്. ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളൊരു തീരുമാനമെടുക്കരുത്, നിങ്ങളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കരുത്. പിന്നെയോ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ ഞാൻ പോകേണ്ടത് എങ്ങനെയാണ്, എവിടേക്കാണ് ഞാൻ പോകേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഏത് പ്രൊഫഷൻ തിരക്കണം, ഏത് പരീക്ഷയിൽ പോകണം, എന്താണ് ഞാൻ പഠിക്കേണ്ടത്, ഈ കാര്യത്തിൽ, എൻ്റെ വിവാഹ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിൽ, ഒരു ബിസിനസ് തുടങ്ങുന്നില്ല, വീട് വെക്കുന്നതില്ല, ഒരു സ്ഥലം വാങ്ങുന്നതില്ല, ഏത് കാര്യത്തിലായാലും പരിശുദ്ധാത്മാവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. അപ്പോൾ ആത്മാവ് നമ്മളെ നയിക്കും, നമ്മളെ ഗൈഡ് ചെയ്യുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന ഒരു ഗൈഡറാണ് പരിശുദ്ധാത്മാവ്. ഏറ്റവും നല്ലൊരു ഗൈഡർ. വേറെ ആരുടെ അടുത്ത് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് നൽകിയിരിക്കുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട്. നിൻ്റെ തോന്നിവാസം നീ നയിക്കപ്പെടരുത്, നിനക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന വഴിയെ നീ പോകരുത്. അത് ചിലപ്പോൾ പാപത്തിലേക്ക്, വലിയ തകർച്ചയിലേക്ക് നമ്മളെ നയിക്കാം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റോമ 8:26 എന്താ പറയുന്നത്? ആത്മാവ് തന്നെ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ശരിയല്ലേ? ചൊവ്വേ നേരെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ മേല. അതുകൊണ്ട് അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന പ്രാർത്ഥനാ പുസ്തകം എല്ലാം കിട്ടി അത് ചൊല്ലി തീർക്കുന്നവരായി മാറിയിരിക്കുകയാണ് കത്തോലിക്കർ, അല്ലേ? ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകുന്നുവോ, ഏതെല്ലാം ആത്മീയ കേന്ദ്രങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നുവോ, അവിടുന്ന് കിട്ടുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങളെല്ലാം വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അതേലുള്ളത് മുഴുവൻ വായിച്ചു തീർക്കുക, അല്ലെങ്കിൽ ചൊല്ലിക്കൂട്ടുക. അപ്പോൾ ഈ ചൊല്ലിക്കൂട്ടലായി മാറിയിരിക്കുകയാണ് ഇന്ന് ക്രൈസ്തവർ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നാണ് കരിസ്മാറ്റിക് നവീകരണം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ശൈലിയിലോട്ട് കൊണ്ടുവന്നത്. ഇന്നും അത് മാറിയിരിക്കുകയാണ്, ചൊല്ലിക്കൂട്ടുന്ന അവസ്ഥയായി മാറിയിരിക്കുകയാണ്. അത് മാറണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചൊവ്വേ നേരെ എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയാൻ മേല. അതുകൊണ്ട് കുറേ ചൊല്ലിക്കൂട്ടലാണ്. ഈ ചൊല്ലിക്കൂട്ടലങ്ങ് നിർത്ത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. എങ്ങനെ? ആത്മാവിൻ്റെ നെടുവീർപ്പോടെ. അതാണ് സ്പോണ്ടേനിയസ് പ്രെയർ. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന. അത് ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവ് എന്നെക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരനുഭവമാണ് ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു ബിസിനസ് അറിയാമല്ലെങ്കിൽ ആ ബിസിനസ് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. കോളേജിലോ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, ആ വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ദൈവവേല ചെയ്യാൻ അറിയാമല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ മേലെ നിങ്ങളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ഞാനൊന്നും പഠിച്ചിട്ടല്ല ഇങ്ങനെ വന്നത്, ഒന്നും പഠിച്ചിട്ടില്ല. 6ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചിട്ടുള്ളൂ ഞാൻ. അത്രയേ ഉള്ളൂ വേദപാഠമായിട്ട് എനിക്ക് ബന്ധം. എന്നാൽ ഇന്ന് ലക്ഷങ്ങളുടെ മുൻപിൽ നിന്ന് എത്ര മണിക്കൂർ നേരം വേണമെങ്കിലും
കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് എനിക്ക് സാധിക്കും. എനിക്കൊരു ബൈബിൾ മാത്രം മതി, നോട്ട് ബുക്ക് പോലും വേണ്ട. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, ആ സന്ദേശം ദൈവജനത്തിന് കൊടുക്കുവാൻ അതാരാ? പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതാണ്. നന്നായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഏത് വിഷയത്തിലാണ് വിഷമിച്ച് വേദനിച്ചിരിക്കുന്നത്, എനിക്കറിയാൻ മേലെ, ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ഒരു അധ്യാപകൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ അധ്യാപകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾ ചോദിച്ചാൽ, പ്ലീസ് ഹെൽപ്പ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഹെൽപ്പ് മീ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങളിത് ചെയ്തു തുടങ്ങിയാൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 26 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്ത 5 കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അപ്പസ്തോലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങളെ ശക്തിപ്പെടുത്തും പരിശുദ്ധാത്മാവ്. നിങ്ങളെ ബലഹീനതകൾ മാറും, അപകർഷതാബോധം മാറും, എന്നെ ഒന്നിനും കൊള്ളിയേലെന്നുള്ള ചിന്തകൾ മാറും. നിങ്ങളുടെ ഉള്ളിലെ അജ്ഞതകളൊക്കെ വിട്ടുമാറുന്ന അനുഭവം. നിങ്ങൾക്കൊരു പവർ കിട്ടും. ഏത് കാര്യം, ജോലി ചെയ്യാൻ, പണി ചെയ്യാൻ, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടും. ധൈര്യം കിട്ടും. മനസ്സിലായോ? പഠിക്കാനായിട്ടുള്ളൊരു ധൈര്യം കിട്ടും. മറ്റുള്ള എത്ര അസാധ്യമെന്നും തോന്നുന്ന കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു കൃപ, അതിനാണ് ധൈര്യം, ശക്തി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. പത്രോസ് പോലുള്ള ശിഷ്യന്മാരെ നോക്കിക്കേ. ഒരു സ്ത്രീയെ കണ്ട്, സ്ത്രീയുടെ ഒരു ചോദ്യം കേട്ട് പൂച്ചക്കുട്ടിയെപ്പോലെ ഭയന്ന് പേടിച്ച് യേശുവിനെ ഭയന്നിട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലിയ. പെന്തക്കോസ്താ ദിവസം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവനൊരു സിംഹക്കുട്ടിയെ പോലെ സമൂഹത്തിൻ്റെ മധ്യത്തിലോട്ടിറങ്ങി, തെരുവിലോട്ടിറങ്ങി അതിഘോരഘോരം പത്രോസ്ലിയ പ്രസംഗിച്ചില്ല. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിൻ്റെ കീഴെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റു രക്ഷകനില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. നിങ്ങളെൻ്റെ തലയെടുത്താലും വീണിട്ടില്ല, സത്യം ഞാൻ വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് പത്രോസ്ലിയ ക്രിസ്തുവിനെ ഉറക്കെ പ്രൊക്ലെയിം ചെയ്തു. ഈ ധൈര്യമിടുന്ന പരിശുദ്ധാത്മാവ് അതിന്. ആരുടെ മുമ്പിലും സത്യം വിളിച്ചു പറയാൻ, സത്യത്തിനു വേണ്ടി നിലപാടുകൾ എടുക്കാൻ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയണം. ശക്തിപ്പെടുത്തുന്നു. നമ്മൾ ഒന്നാമത് ബോധ്യപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അടുത്തത് 6 കാര്യം, പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും. പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം നൽകും. യോഹന്നാൻ 16 അധ്യായം 8 വാക്യം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകിയാൽ ശരിക്കുള്ള ബോധ്യം കിട്ടും. ധ്യാനഗുരുക്കന്മാർ നമുക്ക് ബോധ്യം നൽകിയാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മോനെ അത് പാവമാണ്, ഇത് പാവമാണ്, അത് ചെയ്യരുത്, അത് കാണുന്നത് അത് ചെയ്യുന്നത് പാവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നിങ്ങൾക്ക് കുറേ അറിവ് കിട്ടും, പക്ഷേ പാവബോധം ഉണ്ടാകുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകിയാൽ നിങ്ങളവിടെ നിന്ന് കരയും. അതാണ് പത്രോസ്ലിയ കരഞ്ഞത്. പത്രോസ്ലിയ നിലവിളിച്ച് കരഞ്ഞില്ലേ, കർത്താവേ നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും. മാത്രമല്ല, ഏത് പാപം ചെയ്യുന്നതിന് മുൻപ് പോലും അത് അരുത്, അതിലേ പോകരുത്, അത് ചെയ്യരുത്, പറയരുത്, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈ പാപബോധം നമുക്ക് നൽകുന്നത് കൊണ്ടാണ് പാപം ചെയ്യാതെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്. പാപബോധം നമുക്ക് നൽകുന്നുണ്ടാണ്. അല്ലാതെ പാപം ചെയ്തു കഴിയുമ്പോൾ പിന്നെ ഏതോ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പാപമാണ് നീ ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തി തരുന്ന ഒരവസ്ഥ മാത്രമല്ല. പിന്നെയോ പാപബോധം നമുക്ക് ഉള്ളിലുള്ളവർക്ക് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും.
പാപത്തിലേക്ക് വീഴാതെ പോകാൻ പറ്റും. തെന്നി വീഴാതെ ഉറപ്പോടെ നടക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ് എപ്പോഴും, ആ ആശ്രയം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ആശ്രയത്തിൽ നടക്കണം. ഹല്ലേലൂയ. ഏഴാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലോട്ട് നമ്മളെ നയിക്കുന്നു. യോഹന്നാൻ 16:13. അവൻ വന്ന് സത്യത്തിൻ്റെ പൂർണ്ണതയിലോട്ട് നിങ്ങളെ നയിക്കും. സത്യത്തിൻ്റെ പൂർണ്ണത. എന്താണ് സത്യം? ആരാണ് സത്യം? ഏതാണ് സത്യം? അതിൻ്റെ പൂർണ്ണ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. പ്രിയം, പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ സത്യത്തിൻ്റെ പൂർണ്ണത, വചനത്തിലെ അനേകം സത്യങ്ങളുടെ പൂർണ്ണതയിലേക്ക്, ക്രിസ്തുവാകുന്ന സത്യത്തിൻ്റെ പൂർണ്ണതയിലോട്ട് നിങ്ങളെ നയിക്കും. അബദ്ധ ജഡിക ആശയങ്ങളിലോട്ട് പോകാതെ, കൾട്ടിലോട്ട് പോകാതെ, സത്യസുവിശേഷത്തിൽ നിന്ന് നിന്നെ അകറ്റാതെ സത്യസുവിശേഷത്തിൽ നിന്നെ ഉറപ്പിക്കും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്നിൽ ആഴപ്പെടുന്നില്ലെങ്കിൽ നിൻ്റെ ആത്മീയ യാന്ത്രികമായിട്ടിരിക്കും. വെറും ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രമായിട്ട് പോകും. എന്നാൽ സത്യമായ ക്രിസ്തു കേന്ദ്രിതമായ ആ ഒരു ആധ്യാത്മിക ചൈതന്യത്തിൽ നിന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സത്യത്തിൻ്റെ പൂർണ്ണതയിലോട്ട്, വചനത്തിൻ്റെ പൂർണ്ണതയിലോട്ട്, ക്രിസ്തുവാകുന്ന പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എട്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. യൂദാസ് 1:20 പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ദൈവത്തിലുള്ള വിശ്വാസം നമ്മളിൽ വർദ്ധിക്കാനിട വരും. പരിശുദ്ധാത്മാവിൻ്റെ അഭാവമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാതെ ഇരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ വിശ്വാസത്തിൽ അകന്നു പോകുന്നതിൻ്റെ കാരണം. പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിർജീവമാകും. അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭാവത്തിൽ നമ്മളിൽ അവിശ്വാസം കടന്നു വരും, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും. ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമുക്ക് ആത്മഫലങ്ങൾ നമുക്ക് നൽകും. ഗലാത്യ 5:22 മുതലുള്ള വാക്യങ്ങൾ, പരിശുദ്ധാത്മാവാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമീപനം. ഇങ്ങനെയുള്ള ഫലങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് നൽകാനല്ല, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളിലുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ഉണർത്തുമ്പോൾ ഈ ഫലങ്ങൾ നമ്മളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും, നമ്മളിൽ സടകുടഞ്ഞെഴുന്നേക്കാൻ തുടങ്ങും, നമ്മളിൽ ആക്റ്റീവാകും. മനസ്സിലായി? നമ്മളിൽ ആക്റ്റീവാകും. ഒരു വണ്ടിക്ക് ആക്സിലേറ്റർ കൊടുക്കുന്ന പോലെ, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉണർത്തുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ആക്റ്റീവാക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആക്റ്റീവാകും. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, ഇങ്ങനെയുള്ളതെല്ലാം നമ്മളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. നമ്മളിലെ ആത്മഫലങ്ങൾ നമ്മളിൽ പുറത്ത് വെളിപ്പെടാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ഫലങ്ങൾ പുറപ്പെടാതിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഫലങ്ങൾ തരണമേ തരണമേ. എന്നെ മേളിൽ നിന്നാണോ ഫലങ്ങൾ വരുന്നത്? മേളിൽ നിന്നൊന്നും വരുന്നില്ല. മേളിൽ നിന്ന് വരാനിട്ടില്ല. മഴ പെയ്യുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മേളിൽ നിന്നൊന്നും വരുന്നില്ല. അങ്ങ് തരണമേ എന്ന് പറഞ്ഞാൽ അങ്ങ് കിട്ടുന്നതല്ല. നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ സാധനം, ഈ വിത്ത് കിടപ്പുണ്ട്. ഈ വിത്ത് പരിശുദ്ധാത്മാവാ. ഈ വിത്തിന് ശലം വെള്ളവും ഈർപ്പവും സൂര്യപ്രകാശമൊക്കെ ഒന്ന് കൊടുത്തു നോക്കിക്കേ, അവന് തട്ടി എഴുന്നേക്കം, ഉണരും. നിങ്ങൾ ഈ ഫലങ്ങൾ പുറപ്പെടാൻ തുടങ്ങും. പുറത്തുനിന്ന് വരാനില്ല, അകത്ത് വിത്ത് കിടപ്പുണ്ട്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അടുത്തത്, പരിശുദ്ധാത്മാവ് നമ്മളെ വചനം പ്രഘോഷിക്കാൻ നമ്മളെ ശക്തരാക്കും. വചനം പ്രഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തരാക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:31. പരിശുദ്ധാത്മാവ് നമ്മളെ വചനം പ്രഘോഷിക്കാൻ, എല്ലായിടത്തും സാക്ഷ്യം വഹിക്കാൻ, ധൈര്യപൂർവ്വം സാക്ഷ്യം വഹിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ പ്രബുദ്ധരാക്കും, നമ്മളെ അഭിഷേകം ചെയ്യും. സ്തേഫാനോസ്, ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസ് വചനം പ്രഘോഷിച്ചപ്പോഴാണ് രക്തസാക്ഷിയായി മാറിയത്.
അപ്പോസ്തലന്മാരെ മുഴുവൻ നോക്കുക, എല്ലാവരും രക്തസാക്ഷികളായി മരിച്ചത് എങ്ങനെയാണ്? വചനം പ്രഘോഷിച്ചതിന് പേരില്ല. ഇന്നും സഭയിൽ നമ്മൾ അറിയപ്പെടുന്ന രക്തസാക്ഷികളൊക്കെ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ്. അങ്ങനെ രക്തസാക്ഷികളായി സാക്ഷ്യം വഹിക്കാനൊക്കെ ധൈര്യം നമുക്കിരുന്ന് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ വചനം പ്രഘോഷിക്കാൻ പഠിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഈ വചനാഭിഷേകം എനിക്ക് നൽകിയത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാണ് ഈ വചനാഭിഷേകം നൽകി. ഒന്നുമല്ലാതിരുന്ന് തന്നെ വെറും ഭീരുവായിരുന്ന അപകർഷതാബോധത്തിൻ്റെ നമ്പർ 1 കൂടായിരുന്നു ഞാൻ. അങ്ങനെ ഇരുന്ന എന്നെ അനേകായിരങ്ങളുടെ മുമ്പിൽ ഇത്ര വലിയ സദസ്സിന് മുമ്പിൽ നിൽക്കുവാൻ ധൈര്യശാലിയാക്കി വചനം എൻ്റെ നാവിൽ എനിക്ക് നൽകിയത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നിങ്ങളെ എനിക്ക് വചനം അറിയാൻ മേല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സഹതപിക്കുകയല്ല ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവെ എന്നെ വചനം പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വചനാഭിഷേകം തരണമേ. ഇന്നും പ്രാർത്ഥിക്കും വചനാഭിഷേകം തരണമേ. 38 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വചനാഭിഷേകം. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനാഭിഷേകം ജ്വലിക്കപ്പെടാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും ചുരുങ്ങി ഓരോ പോയിന്റുകളും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിൽ നിങ്ങൾ ധ്യാനിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനുസ്വരഹിതമായ നല്ല ദൈവമേ, കർത്താവേ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന, ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ശക്തമായി ഇവരിൽ വ്യാപരിക്കണമേ. നീ ഇവരുടെ ഉള്ളിലുണ്ടല്ലോ, നീ ഇവരിൽ വസിക്കുന്നല്ലോ കർത്താവേ. ദൈവത്തിൻ്റെ ആത്മാവ് ഇവരെ ഓരോരുത്തരുടെ ഉള്ളിൽ കുട്ടികൊള്ളുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഇവരെ നീ തൊടണമേ, ഇവരെ ഉണർത്തണമേ, ഉജ്ജ്വലിപ്പിക്കണമേ, ഇവരെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീയാകുന്ന ശക്തിയെ, നീയാകുന്ന വ്യക്തിയെ, നീയാകുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ ഇവരുടെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ആത്മാവിനാൽ ഇവർ നയിക്കപ്പെടുവാൻ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായി കർത്താവ് ഇവർ ഓരോരുത്തരും മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ നിറയപ്പെടട്ടെ, ഒരു ശക്തരായി മാറട്ടെ, കൃപയിൽ നിറയപ്പെടട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടട്ടെ, ആത്മഫലങ്ങളെ നിറയപ്പെടട്ടെ. ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, അഭിഷേകത്തിൽ വളരാൻ കൃപ ഇവരുടെ മേൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു അഭിഷേകം, ഒരു പുതിയ അഭിഷേകം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ത്രിത്വത്തിന് എപ്പോഴും സ്തുതിയും ആരാധനയും മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ത്രിത്വത്തിന് എന്നേരും എപ്പോഴും ഏത് നിമിഷവും ആരാധനയും സ്തുതിയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ